നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അഴിമതികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഓരോ ദിവസവും ഗുരുവായൂരിൽ ദേവസ്വം ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന വീഴ്ചകളെല്ലാം തന്നെ ഒരു ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഒരു പ്രത്യേക സമിതിയെ ഹൈക്കോടതി നിയോഗിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തെ പറ്റി ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അഴിമതികൾ, അതായത് ശബരിമലയിൽ ഉണ്ടായതിനെക്കാട്ടി ഇരട്ടിയോളം തട്ടിപ്പുകളും വെട്ടിപ്പുകളും മോഷണങ്ങളും അഴിമതികളും പുറത്തേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിവതും ഭരണസമിതി, അതായത് ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ശ്രമിക്കാറുണ്ട്. മണിക്കൂറോളം ഒരു കാരണവുമില്ലാതെ ക്യൂവിൽ നിർത്തുന്നത് ഇവരുടെയൊക്കെ ഒരു രീതിയാണ്. ഇനി CPM-ന്റെ സഖാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർശനം, അല്ലെങ്കിൽ അവർക്ക് ദർശനം നടത്താൻ എത്രയോ മണിക്കൂർ വേണമെങ്കിലും ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്ന് ദർശനം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും അല്ലെങ്കിൽ എല്ലാ തയ്യാറെടുപ്പുകളും ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ചെയ്തു കൊടുക്കും. അതായത് ഭക്തജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള വില ഈ ദേവസ്വം ബോർഡ് കൽപ്പിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൽ തന്നെ മൂകാംബിക ക്ഷേത്രമുണ്ട്, തിരുപ്പതി ക്ഷേത്രമുണ്ട്. ഇവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഭക്തജനങ്ങൾക്ക് വലിയൊരു പ്രിഫറൻസ്, അല്ലെങ്കിൽ ഭക്തജനങ്ങളെ ആ ഭരണസമിതി അംഗങ്ങൾ സ്വീകരിക്കുന്ന ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. കാരണം കേരളത്തിലുള്ള മിക്ക പ്രധാന ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങൾക്കൊന്നും യാതൊരു മൂല്യവുമില്ല. നമ്മളൊരു 500-ന്റെ നോട്ടോ അല്ലെങ്കിൽ 1000-ന്റെ നോട്ടോ എടുത്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് അവർ നമ്മളെ എന്തോ ഒരു വലിയൊരു നികുതി, നമ്മളെ എന്തോ ഒരു പണം കായ്ക്കുന്ന മരം ആ രീതിയിൽ കണ്ടിട്ടാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് പൈസ കൊടുത്താൽ മാത്രം ഒരു ഭക്തജനത്തിന് സുഖമായ ഒരു ദർശനം കിട്ടും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ. അങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 55 കൊല്ലമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ഇപ്പോൾ കീഴ്ശാന്തിയായ കീഴേടം രാമൻ നമ്പൂതിരിയെ സസ്പെൻഡ് ചെയ്തിട്ട് 100 ദിവസമാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ കുമ്മനം രാജശേഖരൻ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ടും ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയൻ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കീഴേടത്തിന്റെ വിശദീകരണം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി സ്വീകരിച്ചിരുന്നു. ഇതിന്മേൽ ഫെബ്രുവരി 27-ന് ചർച്ച നടക്കും. ഇതിന്റെ തീരുമാനമൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടുമില്ല. ഇതിന്റെ കാരണം അറിഞ്ഞാൽ ഹിന്ദു ഭക്തരുടെ രക്തം തിളയ്ക്കും. ഇതേക്കുറിച്ച് മനോരമയുടെ ലേഖകൻ ഉണ്ണികൃഷ്ണൻ പങ്കുവച്ച കുറിപ്പാണിപ്പോൾ വൈറലായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ 3-ന് നായികമണി 3 അടിച്ചാൽ നിർമാല്യത്തിന് നട തുറക്കും. നൂറ്റാണ്ടുകളായി ഇതാണ് രീതി. 6 പതിറ്റാണ്ടിനിടെ ഒരു ദിവസം മാത്രം മണിയടിക്കാൻ 2 മിനിറ്റ് വൈകി. ഉത്തരവാദിക്കെതിരെ ശിക്ഷാ നടപടിയെടുത്തു. കടുകിടെ വ്യത്യാസമില്ലാതെ ആ ചടങ്ങുകൾ ഇന്നും നടക്കുന്നു എന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സവിശേഷത, ഭക്തജന പ്രവാഹത്തിന്റെ അടിസ്ഥാനം. ഇവിടെ ആരും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. ഗുരുവായൂരപ്പനാണ് പ്രധാനം. 3-ന് നട തുറന്നാൽ നിർമാല്യം, തൈലാഭിഷേകം, പാകച്ചാർത്ത്, സപ്തശുദ്ധി അഭിഷേകം എന്നിവ കഴിഞ്ഞാൽ വിഗ്രഹത്തിന് കിരീടം ചാർത്തും. കിരീടം വച്ചാൽ ഉടൻ മലർ നിവേദ്യം എന്നത് നിയമമാണ്. എണ്ണ തേച്ചുകുളി കഴിഞ്ഞ ഉണ്ണികൃഷ്ണൻ വിശന്നാണ് നിൽപ്പ്. ഉടൻ നേദ്യം വേണം. നേദ്യം കഴിഞ്ഞ് ചന്ദനം ചാർത്തലും ആഢ്യാഭരണങ്ങൾ അണിയിക്കലും പാടുള്ളൂ. അത്ര തിരക്കിൽ വേണം നേദ്യം നടത്തേണ്ടത്. ഈ സമയം ശ്രീലകത്ത് മേൽശാന്തി, ഓദിക്കൻ, കീഴ്ശാന്തിയായി 6-7 പേർ ഉണ്ടാകും. കിരീടം വെച്ചാൽ വാതിലിനടുത്ത് ആരാണോ അവർ വാതിലടയ്ക്കണം. ഇതാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. പുറത്താളുണ്ടോ എന്നത് നോക്കേണ്ടതില്ല. 2025 ഒക്ടോബർ 20-ന് മലർ നിവേദ്യത്തിന് കിരീടം വെച്ച സമയത്ത് വാതിലടച്ചു. അപ്പോൾ ഒരു ഭരണസമിതി അംഗത്തിന് വേണ്ടപ്പെട്ടവർ പുറത്തുണ്ടായിരുന്നു. അവർക്ക് തോന്നി വാതിൽ കൊട്ടിയടച്ചത് തങ്ങൾക്ക് നേരെയാണെന്ന്. മെമ്പർ വിഷയം ഭരണസമിതിയിലെത്തിച്ചു. 55 കൊല്ലമായി ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന രാമൻ നമ്പൂതിരിയെ സസ്പെൻഡ് ചെയ്തു. ഇന്ന് 99 ദിവസം കഴിഞ്ഞു. കീഴ്ശാന്തിക്കാർക്ക് അനുവദിക്കാറുള്ള പ്രത്യേക വഴിയിലൂടെ അദ്ദേഹത്തെ തൊഴാൻ വിടരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശമ്പളമില്ല, നെയ്തിച്ചോറില്ല, ഗുരുവായൂരപ്പനെ തൊഴാൻ വിടുന്നുമില്ല. ചെയർമാനും പരാതി റിപ്പോർട്ട് ചെയ്ത ഭരണസമിതി അംഗവും കാലാവധി കഴിഞ്ഞ് മാർച്ച് 13-ന് പുറത്തു പോകും. അതുവരെ രാമൻ നമ്പൂതിരി അകത്ത് കയറണ്ട എന്നാണത്രേ ഭരണസമിതി തീരുമാനം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും 90 ദിവസം കഴിഞ്ഞ് ജയിലിൽ നിന്നിറങ്ങി. ഗുരുവായൂരിൽ 99 ദിവസം കഴിഞ്ഞിട്ടും 65 വയസ്സെത്തിയ ഒരു ഉപാസകൻ ഗുരുവായൂരപ്പനെ തൊഴാൻ കഴിയാതെ പുറത്തു നിൽക്കുന്നു. ആരോടും പരാതി പറയാതെ എല്ലാം ഗുരുവായൂരപ്പൻ തീരുമാനിക്കട്ടെ എന്ന് വിശ്വസിച്ച് ജനാധിപത്യം എത്ര മഹത്തായ പദം എന്നതിൽ അദ്ദേഹം ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പണം ഉണ്ടായിരുന്നുവെങ്കിൽ, ലക്ഷക്കണക്കിന് രൂപയുടെ പണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഭരണസമിതി അംഗത്തിന് കൊടുത്താൽ മിനിറ്റുകൾക്കകം അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ട സസ്പെൻഷൻ എന്ന നടപടി പിൻവലിച്ച് അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജോലി ചെയ്യാനുള്ള അനുമതി ദേവസ്വം ബോർഡ് കൊടുക്കുമായിരുന്നു. പക്ഷേ
വലിയ പണമൊന്നുമില്ലാത്ത ഒരു സാധാരണ ഗുരുവായൂരപ്പനെ പൂജിക്കുന്ന ഒരു മാന്യമായ ഒരു പൂജാരി ആയതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും പുറത്തു നിൽക്കുന്നത്.